തൃശൂരിൽ ഫിനാൻസ് കമ്പനി ഏജന്റ് സ്ത്രീയെ ആക്രമിച്ചു. മരുതയൂർ സ്വദേശി സുബി ഗിരീഷിനെയും മകളെയുമാണ് ഏജന്റുമാർ ആക്രമിച്ചത്. മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കുകയും കഴുത്തിലമർത്തി ശ്വാസം മുട്ടിക്കുകയും ചെയ്തതാണ് പരാതി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. നീ എന്തിച്ചേട്ടാ എന്നെ അടിക്കാൻ കയറിയത്? നീ എന്തിച്ചേട്ടാണ് നീ എന്നെ അടിക്കാൻ കയറിയത്? നീ എന്തിച്ചേട്ടാ എന്നെ അടിക്കാൻ കയറിയത്? നീ എന്തിച്ചിട്ടാണ് എന്റെ വീട്ടിലടിക്കാൻ കയറിയത്? നീ എന്തിച്ചിട്ടാണ് എന്റെ വീട്ടിലടിക്കാൻ കയറിയത്? നീ എന്തിച്ചിട്ടാണ് എന്നെ അടിക്കാൻ കയറിയത് എന്റെ വീട്ടില്? നീ എന്തിച്ചിട്ടാണ് എന്നെ അടിക്കാൻ കയറിയത്? നീ എന്തിച്ചിട്ടാണ് നീ എന്നെ അടിക്കാൻ കയറിയത്? ഞാനും നീ തമ്മിൽ ഞാനും നീ തമ്മിൽ അടിക്കാൻ കണ്ട ലിഷോയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത്. ലിഷോ, എന്തൊരു അക്രമമാണിതെന്നാണ്. പട്ടാപ്പകലാണ് സ്ത്രീയുടെ മുടിക്ക് പിടിച്ചു വലിക്കുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. തർക്കത്തിന് തുടർന്നാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ഇവർ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നം? അതായത് ഈ കാണിപ്പയ്യൂരിലെ ഒരു മൈക്രോ ഫിനാൻസിങ് സ്ഥാപനത്തിന്റെ ഏജന്റുമാരാണ് ഇവർ. ഈ സ്ഥാപനം സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് കൃത്യമായി പുറത്തുവിടുന്നതേ ഉള്ളൂ. ഏതായാലും ഈ സ്ഥാപനത്തിന്റെ ഏജന്റുമാർ ഈ പാവർട്ടിക്കടുത്തുള്ള മരുതയൂരിൽ എത്തുകയായിരുന്നു. ആ മരുതയൂരിലെ ഒരു വീട്ടിൽ 2 അടവ് മുടങ്ങിയതിനെ തുടർന്ന്, അതായത് കാണിപ്പയ്യൂരിലെ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനം എത്തിയത് ഈ മരുതയൂരിലെ സുബി ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ തൊട്ടടുത്ത വീട്ടിലാണ്. അവിടുത്തെ ഒരു തിരിച്ചടവ്, സന്ധ്യ എന്ന് പറയുന്ന യുവതിയുടെ വീട്ടിലെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് അവരുടെ ഫോൺ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് എത്തിയ ഏജന്റുമാർ പിടിച്ചു വാങ്ങി. തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലുള്ള സുബി ഗിരീഷ് അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഏജന്റുമാരുമായി വാക്കുതർക്കം തുടരുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ എത്തിയ സമയത്താണ് ഈ സ്ത്രീയെയും അതുപോലെ തന്നെ ഇവരുടെ മകളെയും അതുപോലെ തന്നെ 3 വയസ്സുള്ള മകളെയാണ് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഏജന്റുമാർ ആക്രമിച്ചത്. ഇവരുടെ മുടിക്ക് കുത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ ഇവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയെ തുടർന്ന് പാവർട്ടി പോലീസ് കേസെടുക്കുകയും ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഏജന്റായ വടക്കുംചേരി സ്വദേശിയായ ധീരജിനെ പാവർട്ടി പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് അറസ്റ്റ് ചെയ്യുകയും മറ്റ് തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും 2 അടവ് മുടങ്ങി എന്നതിൻ്റെ പേരിലാണ് ഈ വീട്ടമ്മയുമായി ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ തുടർന്ന് അതിന് ഇടപെടാൻ ചെന്ന തൊട്ടടുത്ത വീട്ടുകാരിയെ എല്ലാം തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കുന്നംകുളത്തിനടുത്ത് ഗുരുവായൂരിൽ ഒരു കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഈ മൈക്രോ ഫിനാൻസുകാരുടെ ഈ ഭീഷണിയും അതുപോലെ തന്നെ കൊള്ളപ്പലിശക്കാരുടെ ഈ ഭീഷണിയും ഒക്കെ തന്നെ വലിയ തോതിൽ ആളുകളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ തെളിവാണ് ഈ ഒരു സംഭവം. അതായത് അടവ് മുടങ്ങി എന്ന പേരിലാണ് സ്ത്രീ ആക്രമിക്കുന്നത്. അവർ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് തല മുടി പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ അവർക്ക് നേരെ അയാൾ ആക്രമണം നടത്തിയത്.